സന്തോഷ് കൂടി ചേരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സന്തോഷ്, ഇന്ന് മുഖ്യമന്ത്രി അവിടെ സംഭവ സ്ഥലം സന്ദർശിക്കുകയാണ്. കാര്യങ്ങൾ കൂടുതലായിട്ട് കണ്ട് വിലയിരുത്താനും ഈ അപകടത്തിൻ്റെ വ്യാപ്തി നേരിട്ട് മനസ്സിലാക്കുന്നതിനും വേണ്ടി മുഖ്യമന്ത്രി എത്തുകയാണ്. എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സന്ദർശനം ക്രമീകരിച്ചിരിക്കുന്നത്? ഉച്ചയോടുകൂടി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഈ ഒരു പ്രദേശത്ത്, ദുരന്തബാധിത പ്രദേശത്ത് എത്തും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ പ്രദേശത്ത് സന്ദർശനം നടത്തിയതിന് ശേഷം ദുരിതാശ്വാസ ക്യാമ്പും സന്ദർശിക്കും. അതിനുശേഷം ഉദ്യോഗസ്ഥരും ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവർ ചേർന്നുള്ള അവലോകന യോഗം ചേരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്നലെ വൈകുന്നേരവും മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ജില്ലാ കളക്ടറുടെയും നേതൃത്വത്തിലുള്ള അവലോകന യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും തുടർ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ആസൂത്രണം അല്ലെങ്കിൽ ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളതിനെ സംബന്ധിച്ച കാര്യങ്ങളിലും തീരുമാനമുണ്ടായിരുന്നു. പ്രധാനമായും ഇന്ന് രാവിലെ ഈ പോലീസും ഫയർഫോഴ്സും അതോടൊപ്പം തന്നെ NDRFും ഉൾപ്പെടെയുള്ള ഈ സംഘം വിവിധ 4 സോണുകളായി തിരിഞ്ഞുകൊണ്ട് മണ്ണ് മാറ്റിയുള്ള തിരച്ചിലാണ് നടത്തുന്നത്. പ്രധാനമായി 5 പേരെ കാണാതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ദൗത്യത്തിലെ ഏറ്റവും ഒന്നാമത്തെ പരിഗണനയായി നൽകിയിരിക്കുന്നത്. അവരെ കണ്ടെത്തുക എന്നുള്ളതിനായി ഇവിടെയുള്ള പ്രദേശത്തെ മണ്ണ് മുഴുവൻ മാറ്റിയാൽ മാത്രമേ അത് കൃത്യമായി ആ ദൗത്യം പൂർത്തിയാവുകയുള്ളൂ. അതിനുശേഷം മറ്റ് ഈ പറയുന്ന ബാധിതരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് അവർക്ക് സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കി നൽകേണ്ടുന്ന സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതിനെ സംബന്ധിച്ച കാര്യങ്ങളും സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത്. നിലവിൽ ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. കാരണം ഈ ഒരു സ്ഥലത്ത് ഈ തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മണ്ണ് കൂട്ടിയിട്ട സ്ഥലത്ത് അപകട സാധ്യതയുണ്ടാകും എന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ടും അതിനാവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ സ്വീകരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ള വിമർശനം തന്നെ പ്രദേശവാസികൾ ഉൾപ്പെടെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് UDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ തുരങ്കപാതയാണ് ഈ അപകടത്തിനിടയാക്കിയത് എന്നുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രസ്താവനകളും അത്തരത്തിലുള്ള പ്രചരണങ്ങളുമാണ് വ്യാപകമായി നടക്കുന്നത്. യഥാർത്ഥത്തിൽ തുരങ്കപാതയോ അല്ലെങ്കിൽ പാതയുമായി ഈ അപകടത്തിന് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. പക്ഷേ അവിടെ നിന്നും മാറ്റിയ ഈ മണ്ണ് കൂട്ടിയിട്ട സ്ഥലത്ത് അത് നേരത്തെ തന്നെ ഇവിടെ അപകടമുണ്ടാക്കാൻ സാധ്യതയുള്ളതാണ്, മാറ്റേണ്ടതാണ് എന്നുള്ള കാര്യം വ്യക്തമായി അറിയാവുന്നത് കൂടിയായിരുന്നു. പക്ഷേ അത് ഈ കൃത്യമായി ഇടപെടലുകൾ നടത്തി സമയബന്ധിതമായി ഈ മഴക്കാലത്തിന് മുൻപ്, പ്രത്യേകിച്ചും വയനാട് മേഖല നമുക്കറിയാം, മുണ്ടക്കയും ചൂരൽമലയും ഉൾപ്പെടുന്ന ഈ മേപ്പാടി പഞ്ചായത്തിലെ പ്രദേശങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ മഴക്കാലമായി കഴിഞ്ഞാൽ മണ്ണിടിച്ചിനെല്ലാം സാധ്യതയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ മന്ത്രിമാരെല്ലാം പറഞ്ഞതുപോലെ ഈ ഒരു മനുഷ്യ നിർമ്മിത ദുരന്തം ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ടും അതിനാവശ്യമായിട്ടുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടില്ല. ഏതെല്ലാം തരത്തിലുള്ള ന്യായങ്ങൾ നിരത്തിയാലും അത് ഒരു വീഴ്ചയായി തന്നെ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. സാധാരണഗതിയിൽ ഉണ്ടാകേണ്ടുന്ന ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടുന്ന MLA-മാരുടെയും മന്ത്രിമാരുടെയും ഭാഗത്തു നിന്നുണ്ടാകേണ്ടുന്ന ഇടപെടലുകൾ കൃത്യമായിട്ടുണ്ടോ എന്നുള്ളതിന് പരിശോധിക്കപ്പെട്ട് തന്നെ പോകേണ്ടതുണ്ട്. ദുരന്തത്തിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ സാധാരണ ഇത്തരത്തിലുള്ള ഏറ്റവും പ്രാധാന്യം നൽകുന്നത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് തന്നെയാണ്. പക്ഷേ പിന്നീട് അതിൻ്റെ കാരണങ്ങൾ കൂടി കണ്ടെത്തിയേ മതിയാവൂ. കാരണം ഇനി അത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള പരിശോധനകളും വിമർശനങ്ങളും എല്ലാം ഉണ്ടാകേണ്ടതും കൃത്യമായും ഉണ്ടാവുക തന്നെ വേണം. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയങ്ങളിലേക്ക് കൂടി ഇനി ശ്രദ്ധ ഏതായാലും പോകേണ്ടതുണ്ട്. അത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഈ കാര്യത്തിൽ ജനപ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന്, MLA-യുടെയും അല്ലെങ്കിൽ ബന്ധപ്പെട്ട ജില്ലയിലുള്ള മന്ത്രിയുടെയും എല്ലാം ഭാഗത്ത് നിന്ന് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടായോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ്. കാരണം ഇവിടെ വന്ന് ഈ കരാർ കമ്പനി അധികൃതരുമായി സംസാരിച്ച് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അവരുടെ എല്ലാം തന്നെ ഇടപെടലോടുകൂടി ഇതിനു മുൻപായി ഇവിടെ സ്വീകരിക്കേണ്ടത് മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ്. അക്കാര്യങ്ങൾ തീർച്ചയായും പരിശോധിക്കപ്പെടുക തന്നെ വേണം. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് രാവിലെ മുതൽക്ക് കനത്ത മഴയായിരുന്നു. ഇപ്പോൾ അല്പം മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത് രക്ഷാപ്രവർത്തനത്തിന് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയാണ്. കനത്ത മഴയുണ്ടാകുന്ന സമയത്ത് അവിടെ വീണ്ടും ഈ ചളി, വലിയ വെള്ളം ഒഴുകി വന്ന് ചളിയായി മാറുകയും ഇത് ദൗത്യത്തിന് തടസ്സമായി മാറുന്ന ഒരു സാഹചര്യം
സാഹചര്യമുണ്ട്. ഏതായാലും ഇപ്പോൾ മഴ മാറി അല്പം ആകാശം തെളിയുന്നു എന്നുള്ളത് ആശ്വാസകരമായ കാര്യം തന്നെ. അതുകൊണ്ട് തന്നെ ഊർജിതമായ രക്ഷാപ്രവർത്തനം ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ പ്രദേശത്തെ മണ്ണ് മാറ്റാൻ കഴിയുമെന്ന് തന്നെയാണ് ഈ ഉദ്യോഗസ്ഥർ, ഇതിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർ പറയുന്നത്. അത്തരത്തിൽ ഈ കാലാവസ്ഥ കൂടി അനുകൂലമാവുകയാണെങ്കിൽ അത് വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാൻ കഴിയും. അതിനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഏതായാലും ഈ പ്രദേശത്തേക്ക് ഇതിപ്പോൾ ഈ പ്രധാന റോഡിലുള്ള മീനാക്ഷി പാലത്തിലെ മണ്ണെല്ലാം മാറ്റിക്കഴിഞ്ഞു. ഗതാഗതം നടത്താൻ കഴിയുന്ന വിധത്തിലേക്ക് റോഡ് മാറിയിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായും ഇവിടേക്ക് വാഹനങ്ങളെയോ പ്രദേശവാസികളെയോ ഇതുവരെയും കടത്തിവിടുന്നില്ല. പോലീസ് ഇവിടെ ഏതാണ്ട് ഒരു 500 മീറ്ററിനപ്പുറത്ത് സുരക്ഷാ വലയം തീർത്ത് അവിടെ ബാരിക്കേഡ് കയർ കെട്ടി വേർതിരിച്ച് അതിനിപ്പുറത്തേക്ക് വാഹനങ്ങളെ കടത്തിവിടുന്നില്ല, പ്രദേശവാസികളെയും കടത്തിവിടുന്നില്ല. സാധാരണ ഇങ്ങനെ ദുരന്തമുണ്ടാകുമ്പോൾ ഈ സ്ഥലങ്ങൾ കാണാനൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വരും. അതുകൊണ്ട് തന്നെ അത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കാതിരിക്കാനാണ് അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൂടി ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഈ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ, വിവിധ സേനകളുടെ നേതൃത്വത്തിൽ ഈ ദൗത്യം, മണ്ണു മാറ്റുന്ന ദൗത്യം പുരോഗമിക്കുകയാണ്. അക്ഷയ്.